ഏത് ചൂടത്ത് കിടന്നാലും നശിച്ചു പോകാത്തൊരു സാധനമാണ് നമ്മളെ പാലക്കിൻ്റെ വിത്ത്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടാക്കിയ പാലക്കുമെന്ന് ഉണങ്ങി ചാടിയ വിത്ത് മുളച്ചതാണ് ഇപ്രാവശ്യം നമുക്കുണ്ടായ പാലക്കുകൾ മൊത്തം. ഇപ്പം ഇന്നത്തെ നമ്മുടെ കറി പരിപ്പും പാലക്കും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നല്ല ഫ്രഷ് ഇല, ഒരു പുഴുണ്ടോയെന്നും കൂടി നോക്കേണ്ട ഒരവസ്ഥയല്ല, അത്രയും നല്ല ഇല. ചെറുപയർ പരിപ്പാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിക്കുക. സംഭവം ഞാൻ പുഴുവില്ലാന്നൊക്കെ പറഞ്ഞെങ്കിലും പുഴുണ്ടോയെന്നൊന്ന് നോക്കിക്കൊണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ടൊന്നൊരു 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. 3 പീസാക്കണമെന്നൊന്നുമില്ല. ചെറുപയർ പരിപ്പൊക്കെ ഉഷാറായിട്ട് വെന്തു. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. കടുകിട്ട് പൊട്ടിക്കുക. വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, ഒരു 3-4 കറിവേപ്പില ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. തക്കാളി കുറച്ച് മതി കേട്ടോ. ഇനി പാലക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് ചൂടായാലേ ഒതുങ്ങും. ഉപ്പ് നമ്മൾ പരിപ്പ് വേവിച്ചതിലിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇനി വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്കേ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. സംഭവം സെറ്റായി. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കുക. ഓഫ് ചെയ്യുക. കഴിഞ്ഞു. ഒരു ചെറിയ കോഴിമുട്ട പൊരിച്ചു. പിന്നെ ഒരു 2 കഷ്ണം നെല്ലിക്ക അച്ചാറിട്ടത്. കൂന്തൾ വറ്റിച്ചതാണ്, ഇന്നലെ ഉണ്ടാക്കിയതാ. ചില ആളുകൾക്കൊന്നും പാലക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. പരിപ്പ് ഒന്നും കൂടി വേവാണ്ടല്ലേ, സാരില്ല. ഇലക്കറിയിലെ ടോപ്പ് സാധനങ്ങളാണ് ചീരയും പാലക്കും മുരിങ്ങയൊക്കെ. ഈ 3ഉം പരിപ്പ് കൂട്ടിയിട്ട് വെക്കുക. അതേത് ടൈപ്പ് പരിപ്പും പറ്റും കേട്ടോ. അപ്പോൾ ടേസ്റ്റുള്ളൊരു സംഭവമാണിത്.